everyone. കേൾക്കാം Welcome മാം. to LearnWise. Okay, thank you. ഞാൻ ആദില, ഞാൻ ഇവിടുത്തെ SSC ആണ് LearnWise-ലെ. അപ്പോൾ നമ്മൾ ഇന്ന് LearnWise ഓറിയന്റേഷൻ 9th സെഷനിലെ സെക്കൻഡ് ഫേസിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇന്നത്തെ നമ്മളുടെ സെഷന്റെ പേര് ഇഗ്നോ അൺബൗണ്ട് എന്നാണ്. ഇപ്പോ Jan 25 ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ LearnWise-ലെ എല്ലാ ലേണേഴ്സും ഇന്നത്തെ ഒരു സെഷനിൽ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മളുടെ കൂടെ LearnWise-ലെ ഡയറക്ടർ ആയിട്ടുള്ള റസൽ സാറും അതുപോലെ ഇന്നത്തെ സെഷന്റെ ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ റഹീ സാറും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ രണ്ടുപേരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് റഹീ സാർ, ഓവർ ടു യു. Hello everyone. കേൾക്കാമല്ലോ അല്ലേ? ഗുഡ് ഈവനിങ് എവരിവൺ. സോ ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? സോ LearnWise-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് LearnWise ടീം എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഓറിയന്റേഷൻ എന്നുള്ളത്. അപ്പം ഓറിയന്റേഷനെ കുറിച്ചിട്ട് കൂടുതൽ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും LearnWise-ന്റെ കൂടെ ഒരുപാട് പുതിയ പേര് ഒരുപാട് വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ലേണേഴ്സ് LearnWise-ന്റെ കൂടെ ആ ഒരു ജേണി, അവരുടെ അക്കാഡമിക് ആൻഡ് മറ്റ് ജേണിയൊക്കെ നമ്മുടെ കൂടെ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. നിങ്ങൾ സെഷൻ 1 നിങ്ങളുടെ കോഴ്സ് വൈസ് ക്ലബായിട്ടൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതിലൂടെയൊക്കെ കുറെ ഐസ് ബ്രേക്കിംഗ് സെഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ മെന്റേഴ്സിനെയും അതുപോലെ തന്നെ SSCസിനെയും ഒക്കെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ എന്നുള്ളത് നമ്മുടെ LearnWise-ലെ എല്ലാ ലേണേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. മെന്റർഷിപ്പ്, നോൺ മെന്റർഷിപ്പ് ബാച്ചിലൊക്കെ ഉള്ള എല്ലാ ലേണേഴ്സും കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെഷൻ കൂടിയാണ്. അപ്പൊ ഇന്നത്തെ സെഷനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനാണ്. അതപ്പം നിങ്ങൾ എല്ലാവരും ഇഗ്നോയിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഡിഗ്രി PG പോലെയുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇഗ്നോ ആണ്. അപ്പം എന്തുകൊണ്ട് ഇഗ്നോ നിങ്ങൾ ചൂസ് ചെയ്തതായിരിക്കാം. അപ്പം ഒന്നെന്നുള്ളത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തപ്പം ചിലപ്പോൾ പലർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്കൊരു ഡിഗ്രി PG വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്തായിരിക്കും നിങ്ങൾ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ആഡ് കണ്ടിട്ടും അല്ലെങ്കിൽ റെഫറലായിട്ടൊക്കെ നിങ്ങൾ LearnWise-ലെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ പലർക്കും ഒരു ഐഡിയ ഉണ്ടായില്ല എവിടെ നിന്നാണ് എനിക്ക് വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി PG ഒക്കെ ചെയ്യണം. പക്ഷെ അത് എവിടെ നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് തീർച്ചയായിട്ടും പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേരൊക്കെ ഇഗ്നോയെ കുറിച്ചും അതിന്റെ ഒരു ഇഗ്നോയുടെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇഗ്നോയിൽ നിന്ന് എനിക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ഓൾറെഡി ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം LearnWise-ൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എനിവേ നമ്മൾ ഇന്ന് കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഇഗ്നോയിൽ നിന്ന് നിങ്ങൾ ഡിഗ്രി PG എടുത്തു കഴിഞ്ഞാലുള്ള അതിന്റെ ഒരു വാലിഡിറ്റി കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പുറമെ ഇഗ്നോയുടെ ആ ഒരു മൊത്തം അഡ്മിഷൻ ടു കോൺവക്കേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം കുറെ പേരൊക്കെ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഫ്രഷ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരൊന്നും ഇതിനെ കുറിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫോം നമ്മുടെ മെന്റേഴ്സ് വഴിയും SSCs വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അഡ്മിഷൻ LearnWise വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് LearnWise ത്രൂ നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്യുക. അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും അത് ഫില്ല് ചെയ്യുന്നതിലൂടെ നമ്മുടെ അഡ്മിഷൻ ടീം നിങ്ങൾക്കായിട്ട് ഇഗ്നോ അഡ്മിഷൻ എടുത്ത് തരുന്നതാണ്. അപ്പൊ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സർവീസും LearnWise കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു PPT വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇഗ്നോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഗ്നോയുടെ റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.
അപ്പം എന്തുകൊണ്ട് ഇഗ്നോ എന്നുള്ള ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടായിരിക്കും. എനിക്ക് എന്തുകൊണ്ട് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. പലരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് വർക്കുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുക എന്നുള്ളത് നമുക്കൊരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇങ്ങനെ ഓൺലൈനായിട്ട് അവിടെ പഠിക്കുക ഇവിടെ പഠിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒരു ജോലിക്കോ അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ പർപ്പസിനോ ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ വാലിഡ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്ത് GCC രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ നിങ്ങൾ പുറത്ത് പോകുന്നവർ, അങ്ങനെ പ്ലാൻ ചെയ്തവരുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റ് ജോലി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നവരുണ്ടാവും. ഇനി അതല്ല ജസ്റ്റ് ഒരു നോളജ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടും നിങ്ങൾ ഡിഗ്രി PG ഒക്കെ എടുക്കുന്നവർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. പല ലക്ഷ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡിഗ്രി PG ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ എനിവേ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റി അതിന്റെ റെക്കഗ്നിഷൻ ഉണ്ടോ എന്നാണ്. UGC റെക്കഗ്നിഷൻ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഗ്നോ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു നിസ്സംശയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ വാല്യൂ ആൻഡ് സ്കോപ്പ് ഓഫ് ഇഗ്നോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് കൂടെ റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും, ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് അറിയാം, നിങ്ങൾ ഒരു റീജിയണൽ സെന്റർ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു സ്റ്റഡി സെന്ററും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ റീ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, എക്സാം പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ നമുക്ക് എക്സാംസ് വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് വരുന്ന കോൺവൊക്കേഷൻ ആണ്. അതായത് നമ്മുടെ ഡിഗ്രി നമുക്ക് അവാർഡ് ആവുന്ന ഒരു ഫംഗ്ഷനെയാണ് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവാലുവേഷൻ പ്രോസസ്സും നമ്മുടെ റിസൾട്ട്സ് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സെമിസ്റ്റർ വൈസ് കോഴ്സ് ആണെങ്കിൽ ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും നമുക്ക് അതിന്റെ റിസൾട്ട്സ് കാര്യങ്ങൾ വരും. എക്സാം എഴുതുമ്പോൾ അതിന്റെ റിസൾട്ട്സ് വരും. ഇയർ വൈസ് കോഴ്സ് ആണെങ്കിൽ അങ്ങനെ ഓരോ ഇയറിലും. ഇപ്പൊ ഇഗ്നോയുടെ കാര്യം നിങ്ങൾക്കറിയാം, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ്ലി നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും അതുപോലെ തന്നെ റസൽ സാറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം igno.ac.in എന്നുള്ള ആ ഒരു സൈറ്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സൈക്കിൾ വരെ ഇഗ്നോയുടെ ഒരു പഴയ സൈറ്റ് ആയിരുന്നു. ഇപ്പൊ അത് റിവാമ്പ് ചെയ്തിട്ട് ഈ രീതിയിൽ ഒന്നും കൂടി ഒരു അതിന്റെ ഒരു UI AI എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ UX എക്സ്പീരിയൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് റിവാമ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈറ്റ് കണ്ടാലും അറിയാം. അപ്പൊ കുറെ കാര്യങ്ങൾ അതിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറെ സർവീസസ് ഒക്കെ ഇനിയും അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്നിരുന്നാലും ഇപ്പം അതിൽ കാണിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള അതിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് റാങ്കിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പേര് പഠിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വേൾഡ് ലെവലിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും ഇഗ്നോ തന്നെയാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇഗ്നോയെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ 1985 ഒരു പാർലമെന്റ് ആക്ട് വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഇഗ്നോ നിലയിൽ വന്നിട്ടുള്ളത്. 1984-85 കാലഘട്ടത്തിലാണ് ഇത് നിലയിൽ വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അതായത് സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ UGCയുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ 2025 എത്തി നിൽക്കുമ്പോഴേ ഏകദേശം ലക്ഷക്കണക്കിന് പേര് ഇഗ്നോയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് അറൌണ്ട് 40 to 50 lakh എൻറോൾമെന്റ് ഇപ്പൊ തന്നെ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത്രത്തോളം പേര് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഇഗ്നോയിലൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ വെബ്സൈറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്കത് മുന്നോട്ട് പോകാം. പിന്നെ ഇഗ്നോ എന്തുകൊണ്ടാണ്, അപ്പൊ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇഗ്നോ ചൂസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ ഇഗ്നോ കാണാം. അതുപോലെ തന്നെ അക്രഡിഷൻ ആണ്. അപ്പം നമുക്കിത് UGC അപ്രൂവ്ഡ് ആണോ, നമുക്കിപ്പോൾ പലപ്പോഴും നിങ്ങൾ PSC അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ അക്കാഡമിക് കൗൺസിലേഴ്സ് ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇതിന് ഇക്വലൻസി കിട്ടുമോ, അല്ലെങ്കിൽ ഇഗ്നോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അതിന് ഇനി PSC വഴി എന്തെങ്കിലും എംപ്ലോയ്മെന്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതിന് അപ്രൂവൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും ഇതില്, അതുപോലെ തന്നെ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കരിയർ ഗ്രോത്തിന് കാര്യങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു അക്രഡിഷൻ ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അതിലൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇഗ്നോയുടെ കാര്യത്തിൽ ആ രീതിയിൽ ഒരുവിധം രാജ്യത്തെ എല്ലാ അക്രഡിഷൻ ഏജൻസീസും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇഗ്നോ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ അതിൽ ആ രീതിയിൽ തന്നെ ഇഗ്നോയെ നിങ്ങൾക്ക് കാണുകയും ചെയ്യും. പിന്നെ എന്നുള്ളത് ഇഗ്നോയുടെ സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്രയും ലേണേഴ്സിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലേണേഴ്സിനെ വെച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ അഡ്മിഷൻസ്, അതുപോലെ തന്നെ അതിന്റെ അസൈൻമെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ എക്സാമിനേഷൻ, റിസൾട്ട്സ്, കോൺവൊക്കേഷൻ പോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് ഇഗ്നോയെ കാണാം. നിങ്ങൾ അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ഇപ്പൊ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഇഗ്നോ അതിന്റെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അതിനൊരു സീരിയസ് ആയിട്ട് അതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിലും ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ട്. അതിന്റെ ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നതിൽ അൺസർട്ടനിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് വരും എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിബന്ധങ്ങൾ അതിലുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളതും ഇഗ്നോയെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇഗ്നോ എന്നുള്ളതിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാവണ്ട, ഞാൻ റൈറ്റ് പ്ലേസിലാണോ ഉള്ളത്, ഞാൻ റൈറ്റ് യൂണിവേഴ്സിറ്റി ആണോ ചൂസ് ചെയ്തിട്ടുള്ളത്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതായത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മേഖലയിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് നിങ്ങൾ ലേൺവൈസിന്റെ കൂടെ നമ്മളുണ്ട് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അക്കാഡമിക്കലി, അതിന്റെ പുറത്തും നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ലേൺവൈസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കൂടെ നമ്മുടെ അക്കാഡമിക്സിന്റെ പുറത്തായിട്ട് നമ്മളിങ്ങനെ കുറെ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മുടെ ഓരോ ഇവന്റ്സിനെയും നമ്മുടെ വിജയിപ്പിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ളവരും, അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ളതും, അങ്ങനെ പല മേഖലയിലും വർക്ക് ചെയ്യുന്നു. ഇപ്പൊ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴും അതൊക്കെ തികച്ചും നമുക്കിപ്പോ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഒക്കെ പലപ്പോഴും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. 70 വയസ്സായിട്ടുള്ള ഒരു ലേണർ ഇന്ന് നമ്മുടെ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. 75 വയസ്സായിട്ടുള്ള. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ലേൺവൈസ് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇത്രയും ഡൈവേഴ്സ് ആയിട്ട്, ഇപ്പം നമ്മുടെ ഏജ് ഡെമോഗ്രഫി ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു 18-19 വയസ്സ് മുതൽ 60, 70, 75 വയസ്സ് വരെയുള്ള ലേണേഴ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എഡ്യൂക്കേഷനെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഊർജ്ജമാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ അപ്പം നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ എൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റേഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോഴൊക്കെ നമ്മുടെ ലേൺവൈസിന്റെ ഓരോ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവന്റ്സിന് കുറച്ചുകൂടി കളർഫുൾ ആക്കുകയും
മനസ്സിലാവുകയും അതിൻ്റെ ഒരു മീനിങ് കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവന്റ്സിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ഒരു കോളേജ് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ലേൺവൈസിലൂടെ നമുക്ക് ഒരുക്കാൻ കഴിയും. ഇഗ്നോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ട് 1-2 വർഷമൊക്കെ വെറുതെ നിങ്ങൾ എക്സാം എഴുതാതെ നിൽക്കാത്തവരൊക്കെ ഇതിലുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ലേൺവൈസ് എന്നുള്ള പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, നമ്മൾ അഡ്മിഷൻ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഇഗ്നോയില് നമുക്ക് കേരളത്തിന്റെ ബേസിസിൽ എടുക്കുവാണെങ്കിൽ 3 റീജിയണൽ സെന്റേഴ്സ് നമുക്കുണ്ട്. ഇപ്പൊ ഇഗ്നോ എന്നുള്ളത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇഗ്നോ സെൻട്രൽ എന്ന് പറയുന്നത് അത് ഡൽഹിയിലാണ് അതിന്റെ ഓഫീസ് വരുന്നത്. അപ്പം പിന്നെ ഇഗ്നോ അതിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം അഡ്മിഷനും അതിന്റെ അസൈൻമെന്റ്സ് എക്സാംസ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് റീജിയണൽ സെന്റേഴ്സ് വഴിയാണ്. അപ്പോൾ ഓരോ റീജിയണൽ സെന്റർ ഇപ്പൊ കേരളത്തിൽ നമുക്ക് 3 റീജിയണൽ സെന്റർ ഉണ്ട്. ഒന്ന് മലബാർ ഏരിയയിൽ വടകരയുണ്ട്. നമ്മുടെ മധ്യ കേരളത്തിൽ നമുക്ക് കൊച്ചിനാണ് അതിന്റെ റീജിയണൽ സെന്ററിൽ വരുന്നത്, എറണാകുളത്ത്. പിന്നെ തെക്കൻ കേരളത്തിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ട്രിവാൻഡ്രം റീജിയണൽ സെന്റേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഈ 3 റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റഡി സെന്റേഴ്സും നമുക്കുണ്ട്. ഇപ്പൊ സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ സ്റ്റഡി സെന്റർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സ്റ്റഡി സെന്റർ ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു നിങ്ങളുടെ എയ്ഡഡ് കോളേജോ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജോ ഒക്കെ ആയിരിക്കും മിക്കവാറും സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് വരുന്നത്. ചില സ്റ്റഡി സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് റീജിയണൽ സെന്റേഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സസിന് ഏതൊക്കെ സ്റ്റഡി സെന്റേഴ്സ് ആണ് അവൈലബിലിറ്റി ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റഡി സെന്റർ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിന് ഏറ്റവും അടുത്തായിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് തന്നെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നിങ്ങളുടെ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ അതിലോട്ട് നമ്മൾ വരും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യുന്നതിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം തീർച്ചയായിട്ടും വീടിന്റെ അടുത്തുള്ള തന്നെ സ്റ്റഡി സെന്റേഴ്സ് കാര്യങ്ങളിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ അത് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പൊ അതെല്ലാവരും നോക്കുക. സ്റ്റഡി സെന്റർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചുള്ള സ്റ്റഡി സെന്റേഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇനിയിപ്പം കേരളത്തിന്റെ ബേസിസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തിൽ നിന്നുള്ള ലേണേഴ്സ് ഇപ്പം ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ പല ഭാഗത്ത് ഇപ്പൊ ഡൽഹിയിലുള്ളവർ, മുംബൈയിലുള്ളവർ, അങ്ങനെ മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ മീറ്റിംഗിൽ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള റീജിയണൽ സെന്ററും അതിന്റെ അണ്ടറിലുള്ള സ്റ്റഡി സെന്റർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും നിങ്ങൾ കേരള ബേസ്ഡ് ആണെങ്കിൽ തന്നെ നമ്മുടെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി സെന്റർ ആൻഡ് റീജിയണൽ സെന്റർ ടൂർ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സൈക്കിളിൽ. അതായത് കഴിഞ്ഞ നവംബർ ഡിസംബർ കാലഘട്ടം എന്ന് തോന്നുന്നു, എക്സാം ഒക്കെ അടുപ്പിച്ചായിരുന്നു നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 38ഓളം എപ്പിസോഡുകളിൽ നമ്മൾ മാക്സിമം സ്റ്റഡി സെന്റേഴ്സിനെ കവർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കാണാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ തന്നെ പത്തനംതിട്ടയിലെ കാത്തോലിക്കറ്റ് കോളേജിൽ ഒരു സ്റ്റഡി സെന്റർ ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അത് കണ്ടിട്ടും കൂടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എപ്പിസോഡിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പൊ അതിലൂടെ എങ്ങനെയാണ് പോകേണ്ടത്, ബസ് റൂട്ട് എങ്ങനെയാണ്, ആ കോളേജിൽ എവിടെയാണ് ഇഗ്നോന്റെ സെന്റർ വരുന്നത്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും യൂട്യൂബിൽ പോയിട്ട് ഇഗ്നോ യാത്ര എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. ലാസ്റ്റിൽ ഞാൻ അത് കാണിച്ചു തരുന്നതാണ് യൂട്യൂബിൽ എവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു സീരീസും കൂടിയാണ് ഇത്. നമ്മുടെ സ്റ്റഡി സെന്റേഴ്സും അതുപോലെ തന്നെ റീജിയണൽ സെന്റേഴ്സും ഒക്കെ ഏകദേശം എല്ലാ സ്റ്റഡി സെന്റേഴ്സ് കവർ ചെയ്യാം. നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി സെന്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സ്റ്റഡി സെന്റേഴ്സിനെയും നമ്മൾ കവർ ചെയ്തിട്ട് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇപ്പം നിങ്ങളുടെ ഇഗ്നോ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഓൾറെഡി അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും ലേൺവൈസ് വഴി തന്നെ അഡ്മിഷൻ എടുക്കാം. അതിന് നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം തരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഈ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യാവുന്നതാണ്. ഞാൻ ക്വിക്കായിട്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഞാൻ വെബ്സൈറ്റ് തന്നെ ഷെയർ ചെയ്തിട്ട് അതിന്റെ ഫുൾ പ്രോസസ്സ് കാണിച്ചു തരുന്നതാണ്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ലേൺവൈസ് വഴി ചെയ്യാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് അതൊരു അക്ഷയയിൽ പോയിട്ടോ ഒരു കമ്പ്യൂട്ടർ സെന്റർ പോയിട്ടോ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്കാൻ ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ ഒരു അക്ഷയസിലോ അല്ലെങ്കിൽ CSC സെന്ററിലോ ഒക്കെ പോയിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല.
നമ്മുടെ ലേൺവൈസിൽ നിന്ന് തന്നെ അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫെസിലിറ്റി മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക, ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അഡ്മിഷൻ അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ BA സൈക്കോളജിയിൽ ഒരാൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ജാനുവരി 2025 സൈക്കിളിലാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിന് മാത്രമായിരിക്കും നമ്മൾ ഫസ്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക ഇഗ്നോയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ഇപ്പം നമ്മൾ ഡിസംബറോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ഇത് കഴിയും. പിന്നെ അടുത്ത റീ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സൈക്കിൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ജൂലൈ അഡ്മിഷൻ സൈക്കിൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഇയർ വൈസ് ആണ്. ഇപ്പൊ BA സൈക്കോളജി, BA സോഷ്യോളജി, BA എക്കണോമിക്സ് പോലെയുള്ള കോഴ്സസ് ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ PG കോഴ്സസ് ആയിട്ടുള്ള MA സൈക്കോളജി, MSW, MA ഹിസ്റ്ററി, MA എക്കണോമിക്സ്, MCOM പോലെയുള്ള കോഴ്സസ് ഒക്കെ ഇയർ വൈസ് ആണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സൈക്കിൾ, അടുത്ത ജനുവരി സൈക്കിൾ 2026 ജനുവരി സൈക്കിൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ അതിന് റീ രജിസ്ട്രേഷൻ എന്നാണ് പറയാറുള്ളത്. ഇതിന്റെ പേര് റീ രജിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾ ഓരോ വർഷവും രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവിടെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടോ, എക്സാം എല്ലാം പാസ്സായിട്ടുണ്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മിനിമം ഡ്യൂറേഷൻ, അതായത് ഇയർ വൈസ് കോഴ്സ് ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കരുത്. കാരണം നിങ്ങൾ നമ്മളൊരു സൈക്കിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 6 മാസം വീണ്ടും വെയിറ്റ് ചെയ്യണം അടുത്തൊരു സൈക്കിളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ജനുവരി 2025 അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് അടുത്ത ജനുവരി 2026 റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എലിജിബിൾ ആണ്. പക്ഷെ നിങ്ങൾ അതിൽ ചെയ്തില്ല, പിന്നെ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക ജൂലൈ 2026 ജൂലൈ അഡ്മിഷൻ സൈക്കിളിലാണ്. അതിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതൊരിക്കലും ചെയ്യരുത്, കാരണം നിങ്ങൾ വെറുതെ 6 മാസം ലാഗ് ആവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും റീ രജിസ്ട്രേഷൻ ഓൺ ടൈമിൽ തന്നെ ചെയ്യാം. റീ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ലേൺവൈസിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം അതിൽ പലപ്പോഴും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിലപ്പം നമ്മൾ മെസ്സേജ് ചെയ്തിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ ആ രീതിയിൽ പല റീസൺസ് കൊണ്ട് ഇപ്പൊ ചെയ്യണ്ട, ഇപ്പം എൻ്റെ അടുത്ത് ഫിനാൻഷ്യലി എനിക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ആണ്, അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം അത്രയും ലാഗ് നിങ്ങൾക്ക് വരും. കാരണം ഏറ്റവും അറ്റ് ദ ഏർലിയസ്റ്റ് ഇപ്പൊ 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 3 വർഷം കൊണ്ട്, 4 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 4 വർഷം കൊണ്ട്, 2 വർഷത്തെ PG കോഴ്സ് ആണെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലേൺവൈസ് ജോയിൻ ചെയ്തിട്ടുള്ളതും. ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നമ്മൾ ഒരുപാട് വർഷം, ഇപ്പം 3 വർഷത്തെ കോഴ്സ് നമുക്ക് 6 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. 2 വർഷത്തെ PG കോഴ്സ് നമുക്ക് 4 വർഷം എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 2 വർഷത്തെ കോഴ്സ് 2 വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഇപ്പോൾ കരിയർ ഗ്രോത്ത് ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പുതിയൊരു കോഴ്സ്, ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യണം എന്നുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് ഒരു PhD ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഓൺ ടൈമിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിലൊന്നും ഡിലേ വരുത്താണ്ട് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ A to Z ഇഗ്നോർ റിലേറ്റഡ് എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അഡ്മിഷനും റീ രജിസ്ട്രേഷൻ ഒക്കെ എവിടെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമുക്ക് പോകാം. അതുപോലെ തന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് അറിയാം, നിങ്ങൾ ABC ID ഇപ്പോൾ നിർബന്ധമാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളോട് DEB ID ചോദിക്കും, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ID ചോദിക്കും. അത് കിട്ടണമെങ്കിൽ നമ്മൾ ABC ID, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു ID ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ABC ID ലേൺവൈസ് എന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ഡിജി ലോക്കറിൽ സൈൻ ഇൻ ചെയ്ത് അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപാർ എന്നുള്ള സംഭവം എടുത്തതിന് ശേഷം എങ്ങനെയാണ് ABC ID ആധാർ വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ഇഗ്നോ അഡ്മിഷൻ ഓൾറെഡി എടുത്തവർക്ക് അറിയാം DEB ID ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒന്നും കൂടി ഒന്ന് റിവാമ്പ് ചെയ്യുന്ന രീതിയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു
കോഴ്സ് നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ആ ഒരു ഡിഗ്രി ഫസ്റ്റ് നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ABCID കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. DEBID എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചും കൂടി DEB, അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റീസിനൊക്കെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിന് അംഗീകാരമുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പൊ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും DEBID LearnWise എന്നടിച്ചു കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനുള്ള സപ്പോർട്ടും നിങ്ങളെ ഹെൽപ്പ് നമ്മുടെ അഡ്മിഷൻ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി നേരിടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ABCID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ടീം പറയുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനെയും SSCസിനെയും നിങ്ങൾ കണക്ട് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് എക്സാം രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇഗ്നോയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പം നമ്മുടെ മെന്റേഴ്സും SSCസും നിങ്ങൾക്ക് അതിനുള്ള മെസ്സേജ് വരും. എക്സാം രജിസ്ട്രേഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ഇഗ്നോയുടെ അഡ്മിഷൻ മാത്രമാണ് നമ്മുടെ അഡ്മിഷൻ സമയത്ത് ഇപ്പം നമ്മുടെ ഈ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ചെയ്യുന്നത്. എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഒരു പോർട്ടൽ ഉണ്ട്, അതിൽ കയറിയിട്ടാണ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യേണ്ടത്. അതും ഞാൻ കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, എക്സാം സെന്റർ ചൂസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം MBA അതുപോലെ തന്നെ BCA MCA പോലെയുള്ള കോഴ്സസ്, MSc മാത്തമാറ്റിക്സ് ഒക്കെ നമുക്ക് സെമസ്റ്റർ വൈസ് എക്സാംസ് വരുന്ന കോഴ്സസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ MCOM നിങ്ങൾക്ക് അങ്ങനെ തന്നെ സെമസ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, MCOMന്റെ രജിസ്ട്രേഷൻ ഇയർ വൈസ് ആണെങ്കിലും എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയർ വൈസ് ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ BBAയുടെ രജിസ്ട്രേഷൻ ഇയർ വൈസ് ആണെങ്കിലും അതിന്റെ എക്സാം നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങളിപ്പം ജാനുവരി 2025 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ സൈക്കിൾ, അതായത് എക്സാം 2 വട്ടം നടത്തുന്നത് നോട്ട് ചെയ്യുക. ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും ഇങ്ങനെ 2 സൈക്കിളായിട്ട് എക്സാം ഇഗ്നോ നടത്താറുണ്ട്. അപ്പൊ സെമസ്റ്റർ വൈസ് കോഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജൂണിൽ പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഒരു മാർച്ച് എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മാർച്ച് മിഡൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം രജിസ്ട്രേഷന്റെ ഫോം റിലീസ് ആകും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് SSCസും മെന്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. അപ്പൊ അതിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും. ഒരു കോഴ്സിന് ഇത്ര ഒരു 200 rupees പെർ പേപ്പർ ആണ് അതിന്റെ ഒരു ആവറേജ് വരുന്നത്. അത് ചെറിയ വ്യത്യാസങ്ങൾ ഓരോന്നുണ്ടായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അതിനും ചെറിയൊരു ഫീസ് അതിന് എക്സ്ട്രാ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എക്സാം സ്റ്റഡി സെന്ററിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഇയറിലോ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. പക്ഷെ ഒരു സൈക്കിളിൽ നിങ്ങൾക്ക് ഒറ്റ എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ കേരളത്തിലാണ്, പക്ഷെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഡൽഹിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിലുള്ള സെന്റേഴ്സ് നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എക്സാം സെന്റർ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ തന്നെയുള്ള എക്സാം സെന്റർ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഇഗ്നോയുടെ ഒരു ഫെസിലിറ്റി ആണ്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഫോം കാര്യങ്ങൾ വരുമ്പോൾ അറ്റ് ഏർലിയസ്റ്റ് തന്നെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഒരു എക്സാമിന്റെ ഒരു 10 days ഒക്കെ മുന്നേ ആയിട്ട് നമുക്ക് ഹാൾ ടിക്കറ്റ് വരുന്നതാണ് നമ്മുടെ പോർട്ടലിൽ. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുകയും ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ്സ് ആണ്. അപ്പൊ അസൈൻമെന്റ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ സെമസ്റ്റർ വൈസ് ഇപ്പൊ MBA അതുപോലെ തന്നെ BCA MCA പോലെയുള്ള കോഴ്സസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. കാരണം ജൂണിൽ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ്സ് നിങ്ങൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തതിന്റെ ശേഷം മാത്രമേ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ, അപ്പൊ എക്സാം രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യുമ്പോൾ അതിൽ ചോദിക്കും നിങ്ങൾ അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടാണോ എക്സാം എഴുതുന്നത് എന്നുള്ളത്. അപ്പം ഇഗ്നോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അക്നോളജ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫോമിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത വിൻഡോയിലോട്ട് മാറാൻ കഴിയുള്ളൂ. അപ്പൊ എന്തെങ്കിലും കേസസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അസൈൻമെന്റ്സ് പിന്നെയും സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഈ പേപ്പേഴ്സിന്റെ എല്ലാ അസൈൻമെന്റ്സ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അക്നോളജ്മെന്റ് കൊടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുന്നത്. അപ്പൊ അസൈൻമെന്റ്സ് ഓൺ ടൈമിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ
നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിന്റെ അസൈൻമെന്റ് ഗൈഡ് ബുക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഗൈഡ് ബുക്ക് അതേപോലെ നിങ്ങൾ നോക്കിയിട്ട് എഴുതുന്നത് എപ്പോഴും നിങ്ങളുടെ സ്കില്ലിനെ അത് ബാധിക്കും. നമ്മളെപ്പോഴും അതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിലുള്ള സൊല്യൂഷൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എസ്എ ടൈപ്പ് എഴുതേണ്ട ഒരുപാട് അസൈൻമെന്റ്സ് കാര്യങ്ങളുണ്ട്, 500 വേർഡിലും 1000 വേർഡ്സിലും ഒക്കെ എഴുതണ്ട. അപ്പൊ അത് നമ്മുടെ ഗൈഡ് ബുക്കിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് റെഫർ ചെയ്യാം നിങ്ങൾക്ക് റെഫറൻസ് പർപ്പസ് എന്നുള്ള രീതിയിൽ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വേർഡ്സിൽ എഴുതുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ബുക്സ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത്, ഇപ്പൊ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എഴുതുന്നു, പിന്നെ സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അസൈൻമെന്റ്സ്, പിന്നെ എക്സാം. അങ്ങനെ ഡിഗ്രി കോഴ്സ് ആകുമ്പോൾ 3 വർഷത്തിലേക്ക് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺവക്കേഷന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം കറന്റ് ഉള്ളത് 38 ഇഗ്നോ കോൺവക്കേഷൻ ആണ്. അപ്പൊ കോൺവക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സാമും നമ്മൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. അത് കോൺവക്കേഷൻ എന്നുള്ള ഒരു പോർട്ടലിലാണ് നമ്മളത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് റീജിയണൽ സെന്ററിൽ പോയിട്ട്, കോൺവക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ വലിയൊരു പ്രോഗ്രാമാണ്. അവിടെ ഒരുപാട് ഫാക്കൽറ്റീസും അതുപോലെ തന്നെ ഇഗ്നോയുടെ കുറെ പ്രൊഫസേഴ്സും ഡിഗ്നിറ്ററീസും ഒക്കെ വന്നിട്ട് ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG ഒക്കെ കംപ്ലീറ്റ് ആയവർക്ക് ബൈ ഹാൻഡ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവരെന്ത് ചെയ്യും, ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ക്യാപ്പും ഗൗണൊക്കെ അണിഞ്ഞിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അത്രയും വളരെ സെലിബ്രേറ്റഡ് ആയിട്ട് ഇഗ്നോ നടത്തുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ ബൃഹത്തായി നടത്തുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് കോൺവക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലും നിങ്ങൾക്ക് അവിടെ റീജിയണൽ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല അതിന് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ബൈ പോസ്റ്റ് വഴി നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ബൈ പോസ്റ്റ് വഴി അയച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പം ഈ രീതിയിലാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട്സ് കാര്യങ്ങൾ എവിടെ നിന്നാണ് ആക്സസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാനിപ്പം ഒരു വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മുടെ ഇഗ്നോ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വെബ്സൈറ്റും കൂടിയാണ്. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോ എന്നുള്ളത് നമ്മൾ ഗൂഗിളും ചെയ്യാം. എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് കാണാം. www.igno.ac.in എന്നുള്ളതാണ് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇപ്പം ഹോം ഉണ്ട്, എബൌട്ട് അസ്, എംപ്ലോയി സർവീസ്, സ്റ്റുഡന്റ് സർവീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതില് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡന്റ് സർവീസ് എന്നുള്ള പോർട്ടൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോഗ്രാംസ്, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ലിങ്ക്സ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്മിഷൻ എന്നുള്ള പോർട്ടലിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ OTL, ഇവിടെയാണ് നമ്മുടെ ഫ്രഷ് അഡ്മിഷൻ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് അറിയാം, ഇവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 2025 അഡ്മിഷൻ സൈക്കിളിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31 ജനുവരി 2025 ആണ്. അപ്പം 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിയുമെന്നുള്ളതാണ് ഇത് പറയുന്നത്. ചിലപ്പോൾ 1-2 ആഴ്ച കൂടി ചിലപ്പോൾ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പക്ഷെ ഇപ്പം കറന്റ്ലി ഇതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 31 ജനുവരി 2025 ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ DEB ID നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ DEB ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ABC ID ക്രിയേറ്റ് ചെയ്തതിനു ശേഷം DEB ID എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മുടെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ലേൺവൈസിന്റെ ചാനലിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് DEB ID അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ABC ID ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ABC ID ലേൺവൈസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ABC ID ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ DEB ID, അപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന DEB ID അതിൽ ചോദിക്കുന്നുണ്ടാവും. ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് അറിയുമായിരിക്കും.
അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ജസ്റ്റ് DB ID LearnWise എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെന്റേഴ്സിനോട് SSCനോട് ചോദിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിൽ എന്തെങ്കിലും എവിടെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ID ക്രിയേഷനിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. അപ്പൊ അതിൽ എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതി നിങ്ങൾക്ക് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഓക്കെ, നമ്മൾ പുതിയ രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു രജിസ്ട്രേഷൻ, ഇപ്പം നിങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തവരുണ്ടെങ്കിൽ, ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൺഫർമേഷൻ മെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 days അല്ലെങ്കിൽ 1 week ആണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ചിലത് ഭയങ്കര ക്വിക്ക് ആയിട്ട് ആവാറുണ്ട്. 3 to 4 days ഉള്ളിൽ ആവുന്നവരുണ്ട്, 1 week എടുത്താവുന്നവരുണ്ട്, 2 weeks എടുത്തും ചിലപ്പോൾ ഒരു 15 days വരെയൊക്കെ പോകുന്നവരുണ്ട്. അതിന്റെ ഒരു ഇപ്പം ഈ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞു, ഇപ്പൊ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് അഡ്മിഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് അപ്രൂവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ എടുത്തേക്കാം. മാക്സിമം ആണ് 15 days എന്ന് പറയുന്നത്, അതിനുള്ളിൽ എന്തായാലും ആവേണ്ടതാണ്. അപ്പൊ അത് എന്തെങ്കിലും ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്തെടുത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴി അതിനുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇന്നൊരു ഇഷ്യൂ ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്യണം അല്ലെങ്കിൽ റീ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ക്യാപ്ചയും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് വീണ്ടും അപ്ലോഡ് ചെയ്യണോ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ യൂഷ്വലി വിത്തിൻ 1 week നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെയിൽ വരുന്നതാണ്. നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് മെയിൽ വരും. അങ്ങനെ മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്റ്റേർഡ് യൂസർ നെയിമും പാസ്വേഡും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ID കാർഡ് ഇതിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്നുകിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടൽ വഴി വേറെ രീതിയിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പം ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ചിലപ്പം സ്റ്റുഡന്റ് പോർട്ടൽ വഴി ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ളത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ 2ാമത്തെ വർഷത്തിലോട്ട് അല്ലെങ്കിൽ 2ാമത്തെ സെമ്മിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പൊ MBA പോലുള്ള കോഴ്സ് ആകുമ്പോൾ 2nd സെമിസ്റ്റർ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്റ്റുഡന്റ് പോർട്ടൽ വഴിയായിരിക്കും പിന്നെ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എല്ലാം എടുക്കുന്നത് IGNOU അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് വഴിയാണ്. അതായത് അപ്ലൈ ഫോർ ODL പ്രോഗ്രാം. ഇതിൽ കുറച്ച് പേരെങ്കിലും ഓൺലൈൻ പ്രോഗ്രാം ഉള്ളവരുണ്ടാവും. അതിന് ഈ ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിലാണ് അവർ അഡ്മിഷൻ പോകുന്നുണ്ടാവുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സസിനെ IGNOയിൽ ഓൺലൈൻ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ODL തന്നെയാണ്. ഇനി ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷന്റെ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്ന് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഹാവ് റിട്ട് എന്നിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡന്റ് പോർട്ടലിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ റിഫ്ലക്ട് ആയി വന്ന് ഒരു 1 month ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നിങ്ങൾ സ്റ്റുഡന്റ് പോർട്ടൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ID കാർഡിലുള്ള പേര് കൊടുക്കുക. അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ ID കാർഡിൽ ഉണ്ടാവും, എൻറോൾമെന്റ് നമ്പർ അതിലുണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ക്യാപ്ച അടിച്ചു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റുഡന്റ് പോർട്ടൽ നമുക്ക് ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. അപ്പൊ അതുവഴിയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടാവുക. രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞ പോലെ 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കൺഫേം ആയിട്ട് ഒരു വിത്തിൻ 1 month ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് 2ാമത്തെ ദിവസം തന്നെ സ്റ്റുഡന്റ് പോർട്ടൽ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ പോകുന്നുണ്ടാവില്ല. അത് നിങ്ങളുടെ ആ ഒരു ഡാറ്റാ ബേസിൽ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ആവാൻ എടുക്കുന്ന ഒരു സമയമാണ്. ഒരു 1 month ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റുഡന്റ് പോർട്ടൽ വഴിയായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ രജിസ്ട്രേഷൻ ഈ ഒരു ലിങ്ക് ആണ്. അപ്പം ഫസ്റ്റ് രജിസ്ട്രേഷൻ, അപ്പൊ രജിസ്ട്രേഷന്റെ സപ്പോർട്ടും LearnWise കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ ടു കോൺവക്കേഷൻ വരെ നമുക്കെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ LearnWise ത്രൂ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. പിന്നെ സ്റ്റുഡന്റ് സർവീസിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ് സെക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡൗൺലോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോമൺ പ്രോസ്പെക്ടക്സ്, അപ്പൊ ഈ കോമൺ പ്രോസ്പെക്ടക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. അപ്പൊ ഇഗ്നോയുടെ മൊത്തം ഏതെല്ലാം കോഴ്സസ് ആണ് ഇഗ്നോ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കോമൺ പ്രോസ്പെക്ടസ് വഴി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ലിസ്റ്റഡ് ആണ്. ഇപ്പൊ ഇഗ്നോയിൽ നമുക്കറിയാം ഇപ്പൊ 3 ഇയർ കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ 4 ഇയർ കോഴ്സസ് ഉള്ള കോഴ്സസ് ഉണ്ട്, 3 ഇയർ മാത്രമുള്ള 2 കോഴ്സസ് ഉണ്ട്. അത് നമ്മളിപ്പം സപ്പോർട്ട് കൊടുക്കുന്ന BBA BCA പോലുള്ള കോഴ്സസ് 3 ഇയർ മാത്രമേ ഉള്ളൂ. 4 ഇയർ മാത്രമുള്ള 2 കോഴ്സ് ഉണ്ട്, അത് BCom F-ഉം BSW ആണ്. BFSW എന്ന് പറയുന്ന കോഴ്സും BCom F എന്ന് പറയുന്ന കോഴ്സും ഇപ്പോൾ 4 ഇയർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കോഴ്സസ് ഇപ്പൊ നമ്മുടെ സൈക്കോളജി, സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലെയുള്ള കോഴ്സസിനൊക്കെ അതെല്ലാം ലേൺ വൈസ് സപ്പോർട്ട് കൊടുക്കുന്ന കോഴ്സസ് ആണ്. അപ്പൊ അതിലുള്ള ലേണേഴ്സ് ഒക്കെ ഇതിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അത് 4 ഇയർ കോഴ്സ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ 3 ഇയർ കോഴ്സസ് ആയിരിക്കും, നിങ്ങൾ ഹോണേഴ്സ് കോഴ്സസ് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിവേ നിങ്ങൾ 4 ഇയർ കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചിലവർ അറിയാണ്ട് തന്നെ 4 ഇയർ കോഴ്സ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ 4 ഇയർ കോഴ്സ് എടുത്തെന്ന് വിചാരിച്ച് അതൊരു നിങ്ങൾ എടുത്തൊരു ഒരു മണ്ടത്തരമായിട്ടൊന്നും കണക്കാക്കണ്ട. കാരണം 4 ഇയർ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PG 1 വർഷം ചെയ്താൽ മതി എന്നുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അവർ ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 4 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് PG 1 വർഷം ചെയ്താൽ മതി എന്നുള്ളത് ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇയർ കോഴ്സസിൽ നിങ്ങൾക്ക് 2nd ഇയറും 3rd ഇയർ ഒക്കെ കഴിഞ്ഞിട്ട്, അപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇറങ്ങാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് 4 ഇയർ കോഴ്സസിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ മെയിൻ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ പേപ്പറിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ 3 ഇയർ ഹോണേഴ്സ് കോഴ്സിലും 4 ഇയർ കോഴ്സസിലും വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ഇയർ ഹോണേഴ്സ് കോഴ്സസിൽ നിങ്ങൾ സൈക്കോളജി ആണ് പഠിക്കുന്നെങ്കിൽ സൈക്കോളജിയുടെ പേപ്പർ ഉണ്ടല്ലോ, കോർ പേപ്പർ, അത് കൂടുതൽ 3 ഇയർ ഹോണേഴ്സിലായിരിക്കും പഠിക്കുന്നുണ്ടാവും. 4 ഇയർ കോഴ്സസിൽ കുറച്ചുകൂടി മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ, അതായത് മറ്റ് സബ്ജക്ട്സിന്റെ കോഴ്സസും അല്ലെങ്കിൽ പേപ്പേഴ്സും നിങ്ങൾ കുറച്ചധികം പഠിക്കുന്നുണ്ടാവും. കോർ പേപ്പേഴ്സിന്റെ എണ്ണം കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ് 4 ഇയർ ഡിഗ്രിയുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് മൊത്തത്തിലുള്ള അതിന്റെ സ്ട്രക്ചറിങ്ങും കാര്യങ്ങളും പിന്നെ അതിലുള്ള പ്രൊജക്ട് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അതിന്റെ ഒരു ആഡഡ് ആയിട്ടുള്ള ബോണസ് ആണ്. അപ്പൊ ആ രീതിയിലാണ് ഇത് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പ്രോസ്പെക്ടസ്. പിന്നെ ഇവിടെ അസൈൻമെന്റ് പോർട്ടൽ കാര്യങ്ങളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. 2024 ഡിസംബറിന്റെ ജൂൺ 2020 ഇത് ഇനി അപ്ഡേറ്റ് ചെയ്ത് വരാനുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാവുന്നേ ഉള്ളൂ. 1-2 മാസം കഴിഞ്ഞ ഇതും വരും. ഇപ്പൊ നമുക്ക് അവൈലബിൾ ജൂൺ 2024 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ പേപ്പർ കോഡ് കാര്യങ്ങൾ നോക്കിയിട്ട് സ്കൂൾ ഏതാ നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ പോയി നോക്കണമെന്നില്ല, നിങ്ങളുടെ ആപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നോക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇഗ്നോയിലെ എക്സാംസ് നടത്തുന്നത് കാര്യങ്ങളൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് നൽകും നമുക്ക്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. സോ ആ ഒരു ലിങ്കും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ അസൈൻമെന്റ്സിന്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ന്യൂ അസൈൻമെന്റ് പോർട്ടൽ എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ പേപ്പർ കോഡ് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ MBA'ടേതാണെങ്കിൽ MMPC എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ 1, 2, 3 എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഏതൊക്കെ സൈക്കിൾ ആണ് എന്നുള്ളത് വാലിഡ് ഫോർ ഇപ്പൊ ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് വരും. ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗൈഡ് ബുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഇൻഫോർമേഷൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഏതെങ്കിലും വരാനുള്ളത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ടും കോൾ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഇന്നൊരു ഗൈഡ് ബുക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾ എഴുതിക്കോളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ അതും നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അത് ഈ എക്സാമിനേഷൻ പോർട്ടൽ ഇതാണ്, ഇവിടെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇപ്പം നമുക്ക് അതിന്റെ പോർട്ടൽ ക്ലോസ് ആണ്, കാരണം ഡിസംബർ എക്സാമിന്റെ ആ ഒരു ഇത് കഴിഞ്ഞത് കൊണ്ട് ഇനി അടുത്ത ജൂൺ എക്സാമിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിന്റെ പോർട്ടൽ ഇവിടെ ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള സപ്പോർട്ട് ഞാൻ പറഞ്ഞ പോലെ ലേൺ വൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഇതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ റിസൾട്ട്സിന് ഈ ഒരു സെക്ഷൻ ആയിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. ടേം എക്സാം റിസൾട്ട്സ്, ഇവിടെ ഏത് ടേം എക്സാം ആണ് നിങ്ങൾ എഴുതിയതെന്ന് നോക്കിയിട്ട് എൻറോൾമെന്റ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ കാർഡ് ഇവിടെ വിസിബിൾ ആയിരിക്കും. നിങ്ങൾ എഴുതിയിട്ടുള്ള പേപ്പേഴ്സിന്റെ ഒക്കെ റിസൾട്ട്സ് കാര്യങ്ങൾ അവിടെ വിസിബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത് സ്റ്റുഡന്റ് ഗ്രീവൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രീവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ മാർക്ക് വരാത്ത കേസസോ അപ്ഡേറ്റ് ആവാത്ത കേസസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അപ്ഡേഷൻ ഓഫ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ചിലപ്പോ ഒക്കെ ഇത് ഒന്ന് ഡിലേ ആണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ രീതിയിൽ അതിനുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഇഗ്നോ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും നമുക്കത് ഗ്രീവൻസ് റൈസ് ചെയ്യാം. പിന്നെ അസൈൻമെന്റ്സിന്റെ കാര്യം നമ്മൾ സ്റ്റഡി സെന്ററിലൊക്കെ പോയിട്ട് ആ രീതിയിൽ തന്നെ ചോദിക്കാം. അതിന്റെ പോലെ തന്നെ ഒഫീഷ്യലായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രീവൻസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇവിടെ അതിനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൺവൊക്കേഷന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം 30th കോൺവൊക്കേഷൻ ആണ്, ഫെബ്രുവരി മാർച്ചിലാണ് അത് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ചെറിയൊരു ഫീസും ഉണ്ട്. PG സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ 200 രൂപയാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഓക്കെ. ഡിഗ്രി പോലെയുള്ള കോഴ്സസിന് 600 രൂപയും കോൺവൊക്കേഷന്റെ ഫീ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വേണ്ട കാര്യങ്ങൾ, അപ്പൊ നമ്മൾ കോൺവൊക്കേഷൻ നമുക്ക് പോസ്റ്റ് വഴി ആണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തന്നെ ഇതിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റാറ്റസ് കാര്യം, നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിട്ട് നമ്മൾ എൻറോൾമെന്റ് നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം പേപ്പറാണ് എടുത്തത് കാര്യങ്ങൾ, ഇത് നമ്മുടെ ഇഗ്നോ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോഗ്രാം കോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെല്ലാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു എൻറോൾമെന്റ് നമ്പർ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു ഇഗ്നോ പോർട്ടലിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരാനുണ്ട്. അപ്പം ആ രീതിയിൽ 1 by 1 ആയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് ഓവറോൾ നമ്മുടെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇഗ്നോയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇഗ്നോ എടുത്തു, അതുപോലെ തന്നെ ഇഗ്നോ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഗ്നോയെ വ്യത്യസ്തമാക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉണ്ടായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഗ്നോ എന്നുള്ള ആ ഒരു നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദാറ്റ്സ് എ ബെസ്റ്റ് ഡിസിഷൻ യു ഹാവ് ടേക്കൺ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അപ്പൊ അവിടെ ലേൺവൈസിന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഇപ്പം അഡ്മിഷൻ തൊട്ട് നിങ്ങളുടെ കോൺവൊക്കേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സിലും ലേൺവൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ മെന്റേഴ്സും SSCs വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മെന്റർഷിപ്പിലുള്ളവരാണെങ്കിൽ വീക്ക്ലി കോള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റേസ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ ഇതാണ് ഓവറോൾ നമ്മുടെ ഒരു രീതിയിൽ. ഇപ്പം ഇഗ്നോയെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രം അഡ്മിഷൻ ടു കോൺവൊക്കേഷൻ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇനിയിപ്പോ ഇതില് കാര്യമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ആ ഒരു നിങ്ങളിപ്പോ വൺസ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ലേൺവൈസിന്റെ കൂടെ നിങ്ങളുണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇപ്പം നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് പലർക്കും പല രീതിയിലായിരിക്കും, നിങ്ങൾ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ലേൺവൈസിന്റെ കൂടെ അല്ലെങ്കിൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് ലേൺവൈസിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒരുപാട് ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അതിൽ കൾച്ചറൽ ഇവന്റ്സ് വരാറുണ്ട്, അക്കാഡമിക് ടോക്സ്, ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട് എല്ലാ വർഷവും. ഇപ്പൊ ഓരോ വർഷവും നമ്മൾ ആ രീതിയിൽ തന്നെ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ മാസം ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പം അടുത്തൊരു സെഷൻ 3 എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു ജേണി, നിങ്ങളുടെ ഇന്നോവേറ്റ് എന്നുള്ള നമ്മുടെ ഇപ്പം
നമ്മുടെ തീം തന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പൊ അതിൽ വരുന്ന ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു തീമായിട്ട് വരുന്നത്. അപ്പം അതിൽ നിങ്ങളുടെ ഈ ഒരു ജേണി, ഇഗ്നോയുമായിട്ടുള്ള ജേണി എങ്ങനെ ലേൺ വൈസ് ആപ്പ് അല്ലെങ്കിൽ ലേൺ വൈസ് ടൂൾസ് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ജേണി എങ്ങനെ വളരെ നല്ല രീതിയിൽ സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു സെഷനിൽ, സെഷൻ 3ൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ സിലബസ് ഡീകോഡിംഗ് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സെഷൻ 4, 5 അങ്ങനെ സബ്സിക്വന്റ് സെഷൻസ് എല്ലാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഓറിയന്റേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്താണ് നമ്മുടെ ലേൺവൈസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരുപാട് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കരിയർ വൈസ് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സിനെയും SSCസിനെയും മറ്റ് ലേൺവൈസ് ടീമിനൊക്കെ പരിചയപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റിയും, അതുപോലെ തന്നെ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെയും അവരുടെ പല ടാലൻസ് ഉള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാംസ് കാര്യങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് ആസ്വദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ സെഷനിലും മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. എനിവേ നിങ്ങൾ ഒരുപാട് തിരക്കുള്ളവരുണ്ടാവും, ഒരുപാട് മറ്റ് ഇവന്റ്സിലും ഒക്കെ ആയിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. സമയം കിട്ടുന്ന മുറക്കൊക്കെ എല്ലാ സെഷനിലും ആരും അത് മുടങ്ങാതെ തന്നെ അത് കാണുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ മെന്റേഴ്സുമായിട്ടും നമ്മുടെ സെഷനിലൊക്കെ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റ് ഗെയിംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെഷൻ 1ൽ ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള സെഷൻസ് കമ്മിങ് ഡേയ്സിൽ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ജേണി, ഈ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് ഇവന്റോട് കൂടിയിട്ട് ലേൺവൈസിന്റെ കൂടെയുള്ള ആ ഒരു ജേണി ഏറ്റവും നല്ല മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് എല്ലാവിധ താങ്ക് യു പറയുവാണ്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ പാർട്ട്. സോ താങ്ക് യു ഓൾ. ഓക്കെ സാർ, നല്ല രീതിയിൽ തന്നെ നമുക്ക് സെഷൻസ് ക്ലിയർ ചെയ്ത് തന്നു. ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജുമാന മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് സാറ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ കോഴ്സ്, ഞാൻ BA സൈക്കോളജിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് എബ്രോഡ്, ഞാൻ ഇപ്പോൾ സൗദിയിലാണുള്ളത്, അപ്പോൾ സൗദിയിലൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് MA മാസ്റ്റേഴ്സും കൂടിയും കഴിഞ്ഞാൽ. ജുമാന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഒന്ന് അബ്രോഡ് ചെയ്യുന്നതിന് നാട്ടിലെ ഇക്വലൻസിയുടെ ആവശ്യമില്ല. അബ്രോഡ് ചെയ്യുന്ന നിങ്ങളുടെ എംപ്ലോയർ ആരാണോ അവരാണ് അത് തീരുമാനിക്കുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇക്വലൻസി മെയിൻ ആയിട്ട് വേണ്ടി വരുന്നുണ്ടാവുക നിങ്ങൾ നാട്ടിലെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും ഇക്വലൻസി കൂടുതൽ ചോദിക്കുന്നത് PSC ആയിരിക്കും. PSC എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പോഴാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇഗ്നോയുടെ എല്ലാ കോഴ്സസിനും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഏകദേശം എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പൊ കണ്ണൂരൊക്കെ, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG, കേരള പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഇക്വലൻസിയുടെ. അപ്പൊ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻസിയുടെ സർട്ടിഫിക്കറ്റ് ഈ യൂണിവേഴ്സിറ്റീസ് തരുന്നതാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ഈ ഒരു കോഴ്സിന് ഞങ്ങളുടെ കോഴ്സുമായിട്ട് തത്തുല്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർ തരുന്നുണ്ടാവും. അതിനാണ് ഇക്വലൻസി എന്ന് പറയുന്നത്. പിന്നെ ചിലതിനൊന്നും PSC അങ്ങനെ ഇക്വലൻസി ചില കോഴ്സസിന് അങ്ങനെ ചോദിക്കാറുമില്ല. പക്ഷെ ചില പോസ്റ്റിനൊക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. അബ്രോഡിൽ നിങ്ങൾക്ക് അത് എവിടെയാണ് നിങ്ങൾ പ്രാക്ടീസ്, ഫോർ എക്സാമ്പിൾ BA സൈക്കോളജി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൗൺസിലറായിട്ട് അതാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം അതിൽ MA സൈക്കോളജി എങ്കിലും മിനിമം കഴിയണം. പിന്നെ അതിൽ ഏറ്റവും അതിന്റെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ MPhil ഇപ്പൊ ഇല്ല, ഇന്ത്യയിൽ ഇപ്പൊ PhD ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിൽ നിങ്ങൾ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. അത് GCCയിലൊക്കെ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ
അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിനിക്കിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഭാഗമായിട്ടോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇഗ്നോയുടെ കോഴ്സ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അവർ പറയുവാണ് ഇഗ്നോയുടെ കോഴ്സാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ വാലിഡ് അല്ല എന്നുള്ള രീതിയിൽ പറയാനുള്ള ചാൻസസ് കുറവാണ്. മറ്റുള്ള കാര്യങ്ങൾ അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വേറെ ആരൊക്കെ ചോദിച്ചെന്ന് വെച്ചാൽ അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിഷൻ സ്റ്റാറ്റസ് എങ്ങനെ നോക്കും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അഡ്മിഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വൺസ് നമ്മുടെ ലേൺവൈസ് വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഫോം കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡി ആണ് നമ്മൾ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ടാണ് കൺഫർമേഷൻ കാര്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാണെങ്കിലും ലേൺവൈസ് ത്രൂ അഡ്മിഷൻ എടുക്കുവാണെങ്കിലും കൺഫർമേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് മെയിൽ വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു 10 days ആയിട്ട് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ മെന്റേഴ്സിനെ SSCസിനെയും കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക എന്റെ അഡ്മിഷൻ സ്റ്റാറ്റസ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ളത് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അസൈൻമെന്റ്സിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം 2025 ജാൻ അഡ്മിഷൻ സൈക്കിളിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ BA സൈക്കോളജിക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ അതിന്റെ എക്സാം എഴുതാൻ പോകുന്നത് ഇയർ വൈസ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിസംബറിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ അസൈൻമെന്റ്സിന്റെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിലായിരിക്കും അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ അടുത്ത സൈക്കിളിലുള്ള അസൈൻമെന്റ്സ് ആയിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്ന അസൈൻമെന്റ് ആയിരിക്കും. അത് നിങ്ങളെ മെന്റേഴ്സും SSCസും നിങ്ങളെ അറിയിക്കും. അതായിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള കോഴ്സ് BCA അതുപോലെ തന്നെ MCA MBA പോലുള്ള കോഴ്സസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 1 by 1 ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ MBAയുടേതൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് കോഴ്സസിന്റെ ഒക്കെ വന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിത്തിൻ 2 to 3 ഡേയ്സിന്റെ ഉള്ളിൽ 1 by 1 ആയിട്ട് ഓരോ അസൈൻമെന്റ് ഗൈഡ് ബുക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് അതായിരിക്കും പലരും ചോദിക്കുന്നുണ്ടാവാം എവിടെയാണ് ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് നിങ്ങൾ എഴുതിയതിന്റെ ശേഷം നിങ്ങൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പല സ്റ്റഡി സെന്ററിലും അതിനൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സ്റ്റഡി സെന്റർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചോദിച്ച് മേടിച്ച് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തെങ്കിലും കൊടുത്തയക്കാം. പോസ്റ്റ് വഴി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ അത് അവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം അസൈൻമെന്റ്സിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഇവാലുവേറ്റ് ചെയ്യുകയും അതിന്റെ മാർക്ക് നമ്മുടെ മാർക്ക് ഷീറ്റിൽ വരികയും ചെയ്യുള്ളൂ. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി സെന്ററിൽ അത് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴിയോ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ചോദിച്ചുള്ള സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പണ്ടൊക്കെ നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടൽ വഴി അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഉടനെ തന്നെയാണെങ്കിൽ റീജിയണൽ സെന്ററിനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അത് റസൽ സാർ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്രസ് ചെയ്യാവോ? സ്റ്റഡി സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സാർ അഡ്രസ് ചെയ്യും തോന്നുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ സ്റ്റഡി സെന്ററിന്റെ കാര്യം നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഉടനെ ആണെങ്കിൽ നിങ്ങൾ റീജിയണൽ സെന്ററിനെ കണക്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പണ്ടൊക്കെ അതായത് ഇതിന് മുന്നേ കുറച്ച് മുന്നേ ഒക്കെ നമ്മൾ അങ്ങനെ സ്റ്റുഡന്റ് പോർട്ടൽ വഴി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സ്റ്റുഡന്റ് പോർട്ടൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് റീജിയണൽ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു അപ്ലിക്കേഷൻ കാര്യങ്ങൾ ഉണ്ടാവും. സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള അത് ചെയ്യാം. ഇതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റുഡന്റ് പോർട്ടൽ വഴി ഓൺലൈൻ വഴി തന്നെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ റീജിയണൽ സെന്ററിൽ പോയിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ കേൾക്കാം. സ്റ്റഡി സെന്റർ ചേഞ്ച് ഓപ്ഷന് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റുഡന്റ് പോർട്ടൽ വഴി തന്നെ ഈസിലി ചെയ്യാൻ പറ്റുമായിരുന്നു. സ്റ്റഡി സെന്ററും അതേപോലെ റീജിയണൽ സെന്ററും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സൈക്കിൾ മുതൽ നമ്മൾ കുറെ കേസുകളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തു കളഞ്ഞായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ സൈക്കിൾ മുതലുള്ള കേസുകൾ അത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും.
അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ തന്നെ കണക്ട് ചെയ്താൽ മതി. നിങ്ങൾ അതിലെല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല, അവർ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിൽ അയക്കുക. നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ആ ഇമെയിൽ വഴി തന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് അവർ ഇമെയിൽ വഴി തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ഏതാണോ നിങ്ങളുടെ RC, ആ RCന്റെ മെയിലിലേക്ക് ഈ രീതിയിലുള്ള ഒരു മെയിൽ അയച്ചാൽ മതി. സ്റ്റഡി സെന്റർ ചേഞ്ച് റിക്വസ്റ്റ് എന്ന രീതിയിലൊരു മെയിൽ അയച്ചാൽ മതിയാവും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളെന്തായാലും ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും. അത് ആ ഓപ്ഷൻ ഇപ്പോഴും ഈ സ്റ്റുഡൻറ് പോർട്ടൽ അവൈലബിൾ ആണോ എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കാര്യമായിട്ട് എങ്ങനെയാണ് പറയുന്നത്? വേറെ എന്ത് ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്? MSW കഴിഞ്ഞാൽ എന്തൊക്കെ PSC ടെസ്റ്റ് എഴുതാൻ പറ്റും? അത് നമ്മുടെ കരിയർ സെക്ഷൻ ഉണ്ടായിരിക്കും, MSWയുടെ സ്പെസിഫിക് ആയിട്ട്. അപ്പൊ അതിൽ ഫാക്കൾട്ടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, കാര്യങ്ങൾ. നമ്മുടെ സബ്സിക്വന്റ് സെഷൻസ് എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യാൻ, നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പേർട്സ് വന്നിട്ട് അതിന്റെ കരിയർ, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട്സ് എല്ലാം അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാർക്സിനെ പറ്റി പറയുന്നു. മാർക്സ് എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? മിനിമം മാർക്കാണോ? അസൈൻമെന്റ് മാർക്സ്, എക്സാം മാർക്സ്. ഓക്കെ. അപ്പൊ അതില് നമ്മുടെ എക്സാം വരുന്നത് അധിക പേപ്പേഴ്സിന്റെയും 100-ലാണ്. ഇപ്പം സൈക്കോളജി പോലെയുള്ള ചില പ്രാക്ടിക്കൽ ഉള്ള പേപ്പേഴ്സിന്റെ 50 മാർക്സ് ആണ്. അപ്പൊ അതില് 30% നമുക്ക് മാർക്ക് ഉണ്ടായാലേ നമുക്കത് ചെയ്യാൻ നമ്മുടെ ആ ഒരു പേപ്പറിൽ പാസ്സാവുള്ളൂ എന്നുള്ളതാണ് പറയപ്പെടാറുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും മാക്സിമം തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അധിക പേപ്പേഴ്സും എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ ഒബ്ജക്റ്റീവായി വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് അവരതിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു മിനിമം 1 മന്ത് എന്തായാലും എടുക്കുന്നതാണ് മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് അത് 2 മാസമൊക്കെ വരെ എടുക്കാറുണ്ട് മെറ്റീരിയൽസ് ഹാർഡ് കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ചെറിയൊരു ഡിലേ ഉണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്നുള്ള അടുത്ത സെഷൻ, അപ്പം നാളെ മുതൽ നമ്മുടെ അടുത്ത സെഷൻ 3 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് മെന്റേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ മെന്റേഴ്സ് ആയിരിക്കും അത് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള, അപ്പൊ സബ്ജക്ട് വൈസ് ആയിരിക്കും നമ്മൾ സിലബസ് ഡീകോഡിംഗ്, അതുപോലെ തന്നെ ഇന്നോവേറ്റ് വിത്ത് ലേൺ ലേണിംഗ് മെറ്റീരിയൽസ് എന്നുള്ള രീതിയിലുള്ള സെഷൻ ആണത്. അപ്പൊ അതിൽ കാര്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും അതിൽ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ മെന്റേഴ്സും നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ കാരണം ഓരോ സബ്ജക്ട് വൈസ് ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ ഇങ്ങനെ നീണ്ടു പോവുള്ളൂ. അപ്പൊ നാളത്തെ സെഷൻ, നാളെയും മറ്റന്നാളും 2-3 ദിവസങ്ങളായിട്ടായിരിക്കും നമ്മൾ ആ ഓരോ സെഷൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിലെല്ലാവരും അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ റെസ്പെക്റ്റീവ് ബാച്ചിലുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ സെഷൻ 3 ആരും മിസ് ചെയ്യരുത്. അതിൽ അക്കാഡമിക്കലി നിങ്ങൾക്ക് ഫ്രം നിങ്ങളുടെ പേപ്പേഴ്സിനെ കുറിച്ചിട്ടും എന്തെല്ലാമാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതും അതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്ന ഡിജി ലോക്കൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ മെന്റേഴ്സിനോ SSCസിനോ നിങ്ങളുടെ ഇഷ്യൂ ഒന്ന് പറയാം. നമ്മുടെ അഡ്മിഷൻ ടീമുമായിട്ട് അവർ കണക്ട് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഫ്രഷ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഡിജി ലോക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എങ്ങനെയാണ് ABC ID ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ലേൺവൈസിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ആ പ്രൊസീജിയർ എല്ലാം നിങ്ങൾ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ SSCസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റർ ആരാണോ അവരെ കണക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറയാം. നമ്മുടെ അഡ്മിഷൻ ടീം നിങ്ങളെ കണക്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. ഹലോ കേൾക്കാം. സാർ, ABC ID അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ കൺഫേം ചെയ്യാനായിട്ട് എന്താ അറിയാൻ എനിക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അത് ചെയ്തോ ഞാനൊന്ന് ബട്ട് ഐ എം നോട്ട് ഷുവർ വെദർ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഓർ നോട്ട്. ഒന്ന് കൺഫേം ചെയ്യാൻ മാർക്കുണ്ടോ? അത് നമുക്ക് അതില് നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തില്ല ABC ID എന്നുള്ള സെക്ഷൻ അതിലുണ്ടാവും. അത് ജനറേറ്റഡ് ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് നോക്കിയിട്ട് അതിലുള്ള പ്രോസസ്സ് കാര്യങ്ങൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എവിടെയാണ് അവിടെ ABC ID നമ്മൾ ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. ഓക്കെ. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓൾറെഡി ക്രിയേറ്റഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും.
അതെ അതെ, അത് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ DEB ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ABC ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഗ്നോ അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അഡ്മിഷനിൽ DEB ID ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അഡ്മിഷന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ കൊടുത്തിട്ട്. അപ്പൊ അവിടെ DEB ID ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നാണ് ചോദിച്ചത്. ബിക്കോസ് ഞാൻ രണ്ട് സെമസ്റ്ററിന്റെ ഫീസും ഓൾറെഡി അടച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. അതെ അതെ അതെ. ഓക്കെ, നിങ്ങൾ മുന്നേ എടുത്തതാണോ അഡ്മിഷൻ? അതെ അതെ, മുന്നേ എടുത്തപ്പോഴത്തേക്ക് എന്നെ അതെ അതെ. ഈ ഒരു ABCID DEB ID ഒക്കെ Jan 2025 അഡ്മിഷൻ സൈക്കിൾ മുതലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഒന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതിന് മുന്നേ ആണെങ്കിൽ എക്സാമിന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതുമ്പോൾ നമ്മുടെ ABCID ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Sir, I want to ask you one doubt. പറഞ്ഞോളൂ. ഹലോ സർ. സർ, GCCയിലെ ഈ എക്സാം സെന്റേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലോ. എവിടെയാണ്? ഉണ്ട്. അതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ മെന്റർ SSC ആരാന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ PDF അയച്ചു തരും. GCCയിലെ ഏകദേശം ബഹ്റൈൻ, ഒമാൻ, UAE പോലെയുള്ള കുവൈറ്റിലൊക്കെ ഉണ്ട്. സാർ, വൺ മോർ തിങ്, പിന്നെ നമുക്കിപ്പോ പിന്നെ എക്സാം എഴുതണമെങ്കിൽ ഇപ്പൊ നാട്ടിൽ എഴുതണമെങ്കിൽ റീജിയണൽ സെന്ററിൽ പോയിട്ട് എക്സാം എഴുതാമോ, അതല്ലെങ്കിൽ അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ റീജിയണൽ സെന്ററിൽ? അല്ല, അത് എക്സാം സെന്റർ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് എവിടെ വേണമെങ്കിലും ആവാം. അത് സ്റ്റഡി സെന്ററിൽ തന്നെ ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു വർഷത്തെ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റീജിയണൽ സെന്റർ ഇസ് ഓൾസോ പെർമിറ്റഡ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റീജിയണൽ സെന്ററിലെ എക്സാം, ചില എക്സാംസ് അങ്ങനെ നടത്തുന്നുണ്ടാവും. അധികം സ്റ്റഡി സെന്റർ, എക്സാം സെന്റർ എന്നുള്ള രീതിയിൽ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററും എക്സാം സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഹലോ സാറേ. ഹലോ സാർ, ഞാൻ 95-98 സമയത്ത് BA സോഷ്യോളജി ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എക്സാം എഴുതി, ഫൈനൽ ഇയർ എക്സാം മാത്രം എഴുതിയില്ല. അപ്പൊ എനിക്ക് ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പൊ ഇപ്രാവശ്യത്തെ പ്രോസ്പെക്ടസിൽ ഒരു 366 പേജിലാണ് അങ്ങനെ ഒരു ക്ലോസ് സ്ഥലത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ബ്രിഡ്ജ് കോഴ്സ് വഴി അതിനെ കണ്ടിന്യൂ ചെയ്യാവുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ സാധ്യതകളെ കുറിച്ചൊന്നും അറിയാനായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ആകെ കൂടി 2 വർഷത്തെ മാർക്ക് ലിസ്റ്റ് മാത്രമാണ് എന്റെ കയ്യിലുള്ളത്, വേറെ പേപ്പേഴ്സ് ഒന്നും ഇല്ല. അതായത് BA ചെയ്തു. നിങ്ങളിപ്പോ കറന്റ് ഏത് കോഴ്സിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, ഡിഗ്രിക്ക് ചെയ്തു. ഓൾറെഡി നിങ്ങൾ 2 വർഷം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ. ഫൈനൽ ഇയർ എക്സാം എഴുതിയില്ല. ക്ലിയർ ചെയ്തില്ല അല്ലെ? അപ്പൊ അവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇഗ്നോയില്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് ഇഗ്നോയുടെ ഇപ്പം കൊടുക്കുന്ന പേപ്പേഴ്സും നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ. പക്ഷെ അത് കുറച്ചധികം പേപ്പർ വർക്ക്സ് വരേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നോക്കിയിട്ട് പിന്നെ ഇഗ്നോയുടെ സൈറ്റിൽ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ കറക്റ്റായി പറയുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സിനും അത് പറയുന്നില്ല, സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിനൊക്കെ പറയുന്നത്. കാരണം 95-98 കാലഘട്ടത്തിലെ അന്നത്തെ പേപ്പേഴ്സ് ഏതെല്ലാം നോക്കിയിട്ട് ഇഗ്നോയിൽ ഇപ്പം സോഷ്യോളജിയിലെ പേപ്പേഴ്സ് കാര്യങ്ങൾ നോക്കിയിട്ട് അതെല്ലാം മാച്ച് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം മിക്കവാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫൈനൽ ഇയർ എക്സാം പറയുമ്പോൾ ലാസ്റ്റ് ഇയറിലെ കുറച്ച് പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ട് ഓരോ കോഴ്സിന്റെയും അത് ഇക്വലൻസി നോക്കിയിട്ട്, അതായത് ഇക്വലന്റ് ആണോ ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2 വർഷം വരെയുള്ള പേപ്പേഴ്സ് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അപ്പൊ അത് കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വിത്തിൻ ദ ഇഗ്നോ ആണെങ്കിൽ കുറച്ചുകൂടി, അതായത് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എക്സ്റ്റേണൽ ആണല്ലോ, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെയ്തത് ഇഗ്നോ ആയിട്ട് മാച്ച് ചെയ്തത് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ കുറെ പേപ്പർ വർക്ക് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറെ പേര് ട്രൈ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പം അതിനുള്ള സർവീസസും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടില്ല. ഫ്യൂച്ചറിൽ ഇനി ചെയ്യാറില്ല. പക്ഷെ നമ്മളിപ്പോൾ അതിൽ, കാരണം അത്രയും ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ട് ഇപ്പം നമ്മൾ സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് അതിൽ കിട്ടും. പറ്റുന്നതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇങ്ങനൊരു ഈ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ശരി. ഓക്കെ സർ, താങ്ക് യു.
ഓക്കെ, അബാർ ഐ ഡി ABC അബാർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ABCID ജനറേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ പറഞ്ഞു. വീഡിയോ നമ്മൾ ക്രിയേറ്റ് ID ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് ഗ്രൂപ്പ് ആപ്പില്? അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെന്ററിനെ SSCസിനെ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് ABCID വീഡിയോ ഒന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും. ഓക്കെ, ജസ്റ്റ് ആ വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ, നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ കൺഫർമേഷൻ നമുക്ക് കിട്ടും സർ? അത് ഞാൻ പറഞ്ഞത് പെട്ടെന്ന്, അതായത് വിത്തിൻ 3 to 4 ഡേയ്സിനുള്ളിൽ ആവുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു 1 വീക്ക് ആവറേജ് ടൈം എടുക്കുവാണെങ്കിൽ 5 to 6 ഒരു 7 ഡേയ്സിന്റെ ഒക്കെയാണ് ആവറേജ് ടൈം വരാറുള്ളത്. ചിലപ്പോൾ അതൊരു 15 ഡേയ്സ് വരെ പോകുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഒക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ ലേൺവൈസ് വഴി അഡ്മിഷൻ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ലേൺവൈസ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു 10 ഡേയ്സ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ടീമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അവര് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളിപ്പോ റീസെന്റ് ജോയിൻ ചെയ്തതാണെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് ഓരോരുത്തരായിട്ട് അഡ്മിഷൻ ടീം ഇങ്ങനെ അഡ്മിഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. ചിലപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നുണ്ടാവുള്ളൂ നിങ്ങളുടെ. പക്ഷെ നിങ്ങൾ ഒരു അഡ്മിഷൻ നിങ്ങൾ ലേൺവൈസ് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് മെയിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഒന്ന് നമ്മുടെ SSCസിനും മെന്റേഴ്സിനും കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അവർ അഡ്മിഷൻ ടീമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയും. അപ്പം നോർമലി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 to 6 ഡേയ്സ് എടുക്കാറുണ്ട്. ചിലപ്പോൾ അത് 3 to 4 ഡേയ്സിനുള്ളിൽ കൺഫർമേഷൻ വരും. 10 ഡേയ്സ് 15 ഡേയ്സ് വരെ പോയ കേസും ഉണ്ട്. ഓക്കെ സർ. സർ, നമ്മുടെ ഈ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ആവുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? മെയിലില് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്നൊരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ നമുക്ക് അന്നേരം അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ സർ? റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചില്ലേ. അപ്പൊ അത് നമ്മുടെ ലേൺവൈസ് വഴി എടുത്താണെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ടീം അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ചിലപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ചിലപ്പം ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് റീ അപ്ലോഡ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ വരാമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസൊക്കെ ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ അത് ചെയ്യും. നിങ്ങൾ തന്നെ കണക്ട് ചെയ്തിട്ട് അത് കാര്യം ചെയ്യും. ഒരു കാര്യം കൂടി സർ, നമ്മൾ ഈ എക്സാമിനേഷൻ സെന്റർ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാ സബ്ജക്ട്സിനും നമുക്ക് നിയറസ്റ്റ് പ്ലേസിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് കാണുമോ, അതോ നമ്മുടെ സ്റ്റഡി സെന്ററിനോട് ചേർന്നിട്ടേ ഉണ്ടാവത്തുള്ളൂ? അത് എല്ലാ എക്സാംസ് ഇപ്പം നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഒരുവിധമൊക്കെ അതിലുണ്ടാവേണ്ടതാണ്. ചിലപ്പം ചില പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ആ ഒരു സെന്ററിൽ ഉണ്ടാവുന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം സെന്റർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് അതിലുണ്ടാവും, മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് അതിനുള്ള കീ എന്ന് പറയുന്നത് എക്സാം രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ഏർലിയസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. കാരണം അവിടെ ഇത് ഫില്ലായി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് അത് ക്ലോസ് ആവും എന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ അത് ഫില്ല് ചെയ്തിട്ട് സെക്യൂർ ആക്കാൻ നോക്കുക സീറ്റ്സ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് അവൈലബിൾ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചൂസ് ചെയ്യാം. ലാസ്റ്റ് ലോട്ട് വെച്ച് കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സെന്ററിലൊക്കെ അതിന്റെ കപ്പാസിറ്റി ഫുൾ ആയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ക്ലോസ് ആയി പോകും. ഓക്കെ, അപ്പൊ അതില്ലാതെ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ MBA ഹെൽത്ത് കെയറിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത സെഷന് നമ്മുടെ സബ്ജക്ട് വൈസ് സെഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ MBAയുടെ സെഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിഷ്ണുപ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യുക. അതിൽ നമ്മുടെ 4 സ്പെഷ്യലൈസേഷൻ പ്ലസ് ഹെൽത്ത് കെയറിന്റെ സ്പെഷ്യലൈസേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതെ, ജനുവരി MBA അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ജൂലൈ അഡ്മിഷൻ സൈക്കിളിലേ പറ്റുള്ളൂ. 6 മാസം നിങ്ങൾ ബാക്കിലാവും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിളിൽ തന്നെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അത് ചെയ്തെടുക്കുക. കാരണം 6 മാസം നിങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. കാരണം ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ആയി. അപ്പം ഏറ്റവും ബെസ്റ്റ് അറ്റ് ഏർലിയസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ പഠനം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഡിലേ ആക്കരുത്. ഡിലേ ആക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജൂലൈ സൈക്കിളിൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. MBA സെമസ്റ്റർ വൈസ് കോഴ്സ് ആണ്. ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്.
ഓക്കെ ഹലോ തിങ്ക് ഹലോ ലേൺ വൈസ് ചെയ്തു തരും പ്രമോദ്. ലേൺ വൈസ് അഡ്മിഷൻ നമ്മുടെ പറഞ്ഞല്ലോ, അഡ്മിഷൻ ഫോം കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ ഫോം, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, ലേൺ വൈസ് ടീമിൽ നിന്ന് ഒരു അഡ്മിഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിന് SSA ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം, എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ആർക്കും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അഡ്മിഷൻ എടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫോം സെൻഡ് ചെയ്ത് പോകണമെന്നില്ല. പക്ഷെ നിങ്ങൾ റിയാലിറ്റിയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ കണക്ട് ചെയ്യാം, മെന്റേഴ്സിന് SSAസിന് കണക്ട് ചെയ്യാം, അത് നിങ്ങൾ ഫോം അയച്ചു തരും. ലേൺ വൈസ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, യെസ്. MA സൈക്കോളജി അങ്ങനെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും റെഗുലർ ആയിട്ട് PhD ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല, അതൊക്കെ എലിജിബിൾ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്വലൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇക്വലൻസി തരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇക്വലൻസി ഏകദേശം എല്ലാ കോഴ്സസിനും കൊടുക്കുക എന്നുള്ളത് അവരുടെ പോളിസി ഡിസിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൊന്നും ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ 4 ഇയർ കംപ്ലീറ്റ് ചെയ്തവർക്ക് അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഡിഗ്രി 1 വർഷം അല്ല PG 1 വർഷം ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ 4 ഇയർ ഡിഗ്രിയുടെ. ഇനിയിപ്പോ 2 വർഷം കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ അത് പറഞ്ഞിട്ടുള്ളതാണ്, ഡിഗ്രി 4 ഇയർ കഴിഞ്ഞവർക്ക് 1 ഇയർ ഡിഗ്രി അല്ല PG ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ അത് പോസിബിൾ ആണ്. അങ്ങനെ തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ആ ഡോക്യുമെന്റിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഏകദേശം 9 o'clock ആവാനായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്കും കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു എവ്രി വൺ. അപ്പൊ ആക്ഷൻ ടാസ്കും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മീറ്റിംഗ് എൻഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനും SSAസിനും കണക്ട് ചെയ്തിട്ട് ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഏത് തരം ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മുടെ ടൈമിന്റെ ഒരു കൺസ്ട്രെയിൻ കൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് കാണും, നമുക്കിപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൺസേൺഡ് മെന്റേഴ്സ് അല്ലെങ്കിൽ SSA ആയിട്ട് ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനിയുള്ള സെഷൻസിൽ നമ്മുടെ അക്കാഡമിക് അല്ലെങ്കിൽ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ ഇനിയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ഡൗട്ട് എല്ലാം നമുക്ക് ആ ഒരു സെഷനിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമുക്ക് ഓരോ സെഷൻസ് കഴിയും തോറും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ആക്ഷൻ ടാസ്ക് എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പം നമ്മൾ നടത്തിയിരിക്കുന്ന സിലബസ് ഇതാണ്, ഇഗ്നുവിനെ ബേസ് ചെയ്തിട്ടുള്ള സെഷനാണ്. അപ്പൊ നമ്മൾ ഇഗ്നുവിന്റെ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി സെന്റർ ഏതാണ്, റീജിയണൽ സെന്റർ ഏതാണ്, അവിടെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, മെയിൽ ID ഏതാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടൊരു കോഴ്സ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്താലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ളതാണ് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇതൊന്ന് ഷെയർ ചെയ്യാം. ഇത് നമ്മളുടെ 9th ഓറിയന്റേഷൻ ആണ്, ലേൺ വൈസിന്റെ 9th ഓറിയന്റേഷൻ ആണിത്. അപ്പൊ നമ്മുടെ ഓറിയന്റേഷന്റെ തീം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്നാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നിങ്ങളുടെ SC അല്ലെങ്കിൽ കൺസേൺഡ് മെന്റർക്ക് അയച്ചു കൊടുക്കുക, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒന്ന് നിങ്ങളുടെ പേര് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ പേര്, അതിന്റെ ഫുൾ അഡ്രസ്സ്, അതേപോലെ തന്നെ ഇമെയിൽ ID, സ്റ്റഡി സെന്ററിന്റെ ഇമെയിൽ ID ആണ്, പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതുക, പിന്നെ നിങ്ങളുടെ റീജിയണൽ സെന്റർ ആണ്. അപ്പൊ നമുക്ക് 3 റീജിയണൽ സെന്റർ ആണ് കേരളത്തിലുള്ളത്, തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊച്ചി, വടകര. അപ്പൊ അതിലേത് റീജിയണൽ സെന്റർ ആണ് നിങ്ങളുടേത്, അവിടുത്തെ അഡ്രസ്സ് എഴുതുക, പിന്നെ റീജിയണൽ സെന്ററിന്റെ വെബ്സൈറ്റ് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇഗ്നുവിന്റെ മെയിൻ വെബ്സൈറ്റ് എന്താണ്, ഇപ്പൊ സാറ് നമുക്ക് കാണിച്ചു തന്നിരുന്നു ഇഗ്നുവിന്റെ വെബ്സൈറ്റ് ഏതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ ആ വെബ്സൈറ്റ് ഏതാണെന്ന് അവിടെ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര ടൈം അല്ലെങ്കിൽ ഏത് ടൈമിലൊക്കെയാണ് നമ്മൾ ആ ഒരു എന്താണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്, എത്ര സ്കെഡ്യൂള്. ചില കുട്ടികൾ എല്ലാ വീക്കും നോക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് ട്വൈസ് ഇൻ എ വീക്ക് ഒക്കെ നോക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം
ഇഗ്നുവിന്റെ അപ്ഡേറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ, അതേപോലെ ഹോൾ ടിക്കറ്റ്, പിന്നെ നമ്മുടെ റീ രജിസ്ട്രേഷൻ എക്സ്റ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് ഇഗ്നുവിന്റെ സൈറ്റിലാണ്. അപ്പോൾ അത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ഇത്ര പീരീഡ് ഓഫ് ടൈമിൽ, സ്കെഡ്യൂൾ ഓഫ് ടൈമിൽ നമ്മൾ അത് എടുത്ത് കാണുന്നു, എടുത്ത് നോക്കുന്നു എന്നൊന്ന് കൊടുക്കുക. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പം വിത്ത് മെന്റർഷിപ്പിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്ററിന്റെ പേര് എഴുതുക. അതല്ല വിത്തൗട്ട് മെന്റർഷിപ്പിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ SSCയുടെ പേര് അവിടെ എഴുതുക. പിന്നെ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ ആരാണോ അവരുടെ പേരും നോട്ട് ചെയ്യുക. ഇത്രയും കാര്യമാണ് ഇന്നത്തെ സെഷന്റെ നമ്മളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒരു കാര്യം തന്നെയില്ല. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം സാർ ഇന്നത്തെ സെഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളിത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് അയച്ചു കൊടുക്കുക. നാളെ ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും നല്ല രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.